Emburan, Lucifer 2. That long wait is over. But was it really worth? Doubtern. Maybe over expectations വെച്ച് പോയതുകൊണ്ടായിരിക്കും. I felt it was obviously an above average film. പക്ഷെ ആദ്യം തന്നെ ഇതിന്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്സ് പറയാം. ഫസ്റ്റ് വൺ, ഇറ്റ്സ് സ്റ്റീഫൻ നെടുമ്പള്ളിയായി വന്ന ഖുറേഷി അബ്രഹാം ഖുറേഷി ആയിട്ട് വന്ന നമ്മുടെ എല്ലാവരുടെയും മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ആ ഒരു കമാൻഡിങ് സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്. നെക്സ്റ്റ് ടു നൺ ഇസ് ദ ഡയറക്ടോറിയൽ പ്രൊവസ് ഓഫ് പൃഥ്വിരാജ് സുകുമാരൻ. അദ്ദേഹത്തിന്റെ ഒരു ഹൈ ഒക്ടെയിൻ ആക്ഷൻ സീക്വൻസസ് എടുത്തു പറയേണ്ടതാണ്. ഡയറക്ടോറിയൽ ബ്രില്യൻസ് തന്നെയാണ്. ഒരു ഹോളിവുഡ് ലെവൽ ഉണ്ട് എന്ന് ക്ലിയർ ആയിട്ടും നമുക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറയാം. മലയാളം ഫിലിം എന്നല്ല ഈ ഒരു പടത്തിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇന്ത്യൻ ഫിലിം ഇൻ ഇറ്റ്സ് ഡയറക്ടോറിയൽ ആൻഡ് ടെക്നിക്കൽ ബ്രില്യൻസ്. സുജിത് വാസുദേവന്റെ സിനിമാറ്റോഗ്രഫിയും ഒട്ടും നമുക്ക് ഒരു ലെവൽ താഴ്ന്നു എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് ടോപ്പ് നോട്ട്സ്. പക്ഷേ ഇതിന്റെ വിഷ്വൽ ബ്രില്യൻസിന്റെ ഒപ്പം മാച്ച് ചെയ്തു പോകേണ്ട ഒന്നായിരുന്നു അതിന്റെ നരേറ്റീവ്. പക്ഷെ ആ ഒരു നരേറ്റീവിന് അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു പടത്തിന്റെ ഏറ്റവും ഒരു വീക്ക് സെക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. കാരണം പ്ലോട്ടിനും ഇമോഷണൽ ഡെപ്തിനും ഇത് വാല്യൂ കൊടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീല്. ആ പ്ലോട്ട് ഇത്രയും കൂടിയും സ്ട്രോങ് ആവണമായിരുന്നു, കുറച്ചും കൂടി ഇമോഷണൽ കണക്ഷൻസ് കൊടുക്കണമായിരുന്നു. ഒരു വാവ് എന്നുള്ള ഒരു ഫാക്ടർ ഈ പടം അധികം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു വാവ് ഫാക്ടർ തോന്നിയത് എനിക്ക് മഞ്ജു വാര്യരുടെ സൈഡിൽ നിന്നാണ്. പ്രിയദർശിനി രാംദാസ് എന്നുള്ള ക്യാരക്ടർ, ഷി വാസ് പ്രിറ്റി ഗ്രേറ്റ്. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്ന് മഞ്ജു വാര്യർ തെളിയിച്ചിട്ടുള്ള ഒന്നുകൂടിയാണ്. മേ ബി മെനി അതർ ക്യാരക്ടേഴ്സ് ക്യാൻ ഡു ദാറ്റ്, ബട്ട് ഇൻ മൈ മൈൻഡ് മഞ്ജു വാര്യർ വാസ് പ്രിറ്റി നൈസ്. അത്രയും ഗ്രേറ്റ് ആ ഒരു ഇമോഷണൽ ഡെപ്ത് കൊണ്ടുവന്ന് ആ ഒരു ഗൂസ്ബ മൂവ്മെന്റ് തന്ന ഒരു ക്യാരക്ടറാണ് പ്രിയദർശിനി രാംദാസ് എന്നുള്ള ഒരു ക്യാരക്ടർ. ടൊവിനോനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിതിൻ രാംദാസ് എന്നുള്ള ക്യാരക്ടറിന് ആ ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസിഷൻ ഒട്ടും സ്മൂത്ത് ആയില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ചില ക്യാരക്ടേഴ്സിന് ഒട്ടും ഡെപ്ത് ഇല്ലാത്ത പോലെ, എസ്പെഷ്യലി ഇന്ദ്രജിത്തിന്റെ ഗോവർദ്ധൻ എന്നുള്ള ക്യാരക്ടർ. ലാസ്റ്റ് ടൈം ഐ റെസ്പെക്റ്റഡ് ദ ക്യാരക്ടർ ഗോവർദ്ധൻ. ഇപ്രാവശ്യം വന്നപ്പോൾ ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഹി ഈസ് എ പപ്പറ്റ്. മേ ബി പൃഥ്വിരാജ് വാണ്ടഡ് ഇറ്റ് സോ. ഒരു പപ്പറ്റാണ് ഇങ്ങനത്തെ സത്യാന്വേഷികൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ലൈക്ക് ഒരു ക്യാരക്ടർ ഒരുപാട് താഴ്ന്നു പോയ പോലെ, സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ലൂസിഫർ പോലും റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരുന്നു അതിനെ ലൂസിഫറിൽ പോർട്രേ ചെയ്തത്. അതിൽ നിന്ന് വളരെ താഴോട്ട് പോയി ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ എന്നുള്ളത് ഇറ്റ്സ് പ്രിറ്റി സാഡ്. പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് ഈ പടത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കൂടുതലും ആക്ഷന്റെ സൈഡിലോട്ട് പോയപ്പോൾ പല ഭാഗത്തിൽ നിന്ന് എവിടെയാണ് മിസ്സിങ് എന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിലായി. ലൈക്ക് കുറെ ഫ്ലാറ്റ് ലൈൻസ് ഉണ്ടായ പോലെ, ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ പോലും അവിടെ ഫ്ലാറ്റ് ലൈൻസ് ആണ്. മേ ബി ബിക്കോസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു ഡീസെന്റ് വർക്ക് എന്നേ ദീപക് ദേവ് ചെയ്തതിന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ് കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. ചില സമയത്ത് ആവശ്യമില്ലാത്തത്, ചില സമയത്ത് പ്രിറ്റി ഗുഡ് എന്ന് ഫീൽ ചെയ്തു. പക്ഷെ മ്യൂസിക് കുഡ് ഹാവ് ബീൻ എ ലിറ്റിൽ മോർ എലവേറ്റിംഗ്. കാരണം ടെക്നിക്കലി, വിഷ്വലി, ഡയറക്ടോറിയൽ പവേഴ്സ് ഒക്കെ കൊണ്ട് ഇതിനെ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് ഉയർത്തുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും നരേറ്റീവിലും ഇത് വളരെ താഴ്ന്നു നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് ആണ് ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നത്. ലൈക്ക് സം വൗ ഫാക്ടേഴ്സ് വർ മിസ്സിങ്. ഓരോ സീനിലും മോഹൻലാൽ വരുമ്പോൾ അത് മോഹൻലാലിന്റെ എൻട്രി സീൻ ആണോ എന്നുള്ളൊരു ഡൗട്ട്. അത് നെസസറി ആയിരുന്നോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഐ കുഡ് സേ ജസ്റ്റ് വൺ തിങ്. എമ്പുരാൻ എന്നുള്ള പടം സയ്യിദ് മസൂദ് എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയാണ്. ആൻഡ് എമ്പുരാൻ നെക്സ്റ്റ് പാർട്ട്, വിച്ച് ഇസ് ലൂസിഫർ 3, ഇസ് ഗോയിങ് ടു ബി സ്റ്റീഫൻ നെടുമ്പള്ളി ഓർ ഖുറേഷി അബ്രഹാം ഖുറേഷീസ് ബാക്ക് സ്റ്റോറി. അപ്പൊ രണ്ട് ബാക്ക് സ്റ്റോറി ആണ് ബേസിക്കലി ലൂസിഫർ 2 ആൻഡ് ലൂസിഫർ 3. ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് ഫോർ ദോസ് ഹു ലൈക്ക് സിനിമ. ഒരു മലയാളം ഫിലിമിന്റെ അപ്പുറത്തേക്ക് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ മൂവി വിത്ത് ഇറ്റ്സ് ഓൾ ടൈം ക്യാമറ ആൻഡ് വിഷ്വൽ ആൻഡ് ടെക്നിക്കൽ എഫേർട്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു പടമാണ്. ഐ വോണ്ട് സേ ദാറ്റ് ഇറ്റ് ഇസ് ബാഡ് ഫിലിം. ഇറ്റ്സ് ഒബിയസ്ലി ആൻ എബോവ് ആവറേജ് ഫിലിം. പക്ഷെ ചില എക്സ്പെക്ടേഷൻസ് കൂടി പോയതിന്റെ പ്രശ്നമായിരിക്കാം. I felt that Lucifer was better. Emburan was a bit more disappointing for me. It's just a personal opinion from my side. I hope you understood. That's all. Thank you.